ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ 31-നാണ്. എനിക്ക് വീഡിയോ കിട്ടുക ചിലപ്പോൾ ജനുവരി 1-ന് മീൻസ് 2025 മിക്കവാറും എനിക്ക് വീഡിയോ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ചിന്തിക്കാം, ന്യൂ ഇയർ റെസൊല്യൂഷൻസാണ്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയ കുറച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻസ്, നമുക്ക് ന്യൂ ഇയറിന് എന്തൊക്കെ മാറ്റങ്ങൾ വേണം നമ്മൾ സ്വയം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയ കുറച്ച് നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് എടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. അപ്പോൾ വീഡിയോക്ക് പോവാം. കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും ഇടാറില്ല. പിന്നെ എല്ലാ വീഡിയോ തന്നെ അങ്ങനെ കയ്യിലുള്ളത് അങ്ങനെ ഇട്ടിട്ട് പോകാറാണ്. കാരണം ഫിസിക്കലി തീരെ ഓക്കെ അല്ലായിരുന്നു. ത്രോട്ട് പെയിൻ, പനി, അങ്ങനെ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കാരണമുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് റെഡി ആയത്. അപ്പോഴത്തേന് ന്യൂ ഇയറും ആയി. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷനിലുള്ളതാണ് സെൽഫ് ലവ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മളെ കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയുക നമുക്ക് മാത്രമാണ്. വാട്ട് ഐ മീൻ ദാറ്റ്, ഇപ്പോൾ മറ്റൊരാൾക്ക് അറിയാത്ത കാര്യങ്ങൾ ശരിക്കും നമ്മളെ ഉള്ളിലുണ്ടാവും. നമ്മൾ സീക്രട്ടായിട്ട് കൊണ്ടു നടക്കുന്ന കാര്യം നമ്മളെന്താണെന്ന് അറിയണത് നമുക്ക് മാത്രമാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ സോളിനെ അത്രയും ക്ലീനാക്കി നമ്മൾ അടിപൊളിയായിട്ട് നമ്മളെ തന്നെ നല്ലപോലെ സ്നേഹിക്കുക. നമുക്ക് നമ്മൾ പെർഫെക്റ്റ് അല്ലാന്ന് തോന്നി തുടങ്ങുമ്പോഴാണ് നമ്മളെ ലൈഫ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ തോന്നുന്നത്. നമുക്ക് ആദ്യം നമ്മൾ തന്നെ ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കുക. നമ്പർ 2, സ്പെൻഡ് മണി ആൻഡ് സേവ് മണി. സ്പെൻഡ് മണി ആൻഡ് സേവ് മണി എന്ന് നോക്കുമ്പോൾ രണ്ടും തമ്മിലൊരു കണക്ഷൻ ഇല്ലാന്ന് തോന്നുന്നില്ല. കണക്ഷൻ ഉണ്ട് കേട്ടോ. സ്പെൻഡ് മണി ആൻഡ് സേവ് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ സേവ് ചെയ്യുക. നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യുക. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാമെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഭയങ്കര എന്താ പറയുക അങ്ങനെയൊന്നുമല്ല. ചെറിയ കാര്യത്തിനെങ്കിലും നമ്മൾ ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട്, ഇനിയിപ്പോൾ ജോബിന് പോകാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് നല്ലോണം സേവ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് നമ്മളെ ലൈഫിൽ വരുന്നൊരു ചേഞ്ചസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിനും ഫാമിലീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, വാപ്പാണെങ്കിൽ വാപ്പ, അല്ലെങ്കിൽ ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡ്, ബ്രദറാണെങ്കിൽ ബ്രദർ, വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എനിക്ക് ബസ്സിന് പോകാൻ പൈസ വരുമോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം. അവിടുന്ന് നമുക്കൊരു മാറ്റം വന്നിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അത് അവർക്ക് തന്നെ ഇത്രയൊക്കെ ആയല്ലോ എന്നുള്ളൊരു മാറ്റം അവരുടെ ലൈഫിലും നമ്മളെ ലൈഫിലും അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് സേവ് മണി. സ്പെൻഡ് മണി എന്ന് പറഞ്ഞാൽ ഫുൾ സേവ് ചെയ്ത് നമ്മളെ ഇഷ്ടങ്ങളൊന്നും ഇതാക്കാതെ ഫുൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടൊരു കാര്യമില്ല. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് സ്പെൻഡ് ചെയ്യും കൂടി ചെയ്യാം. നമുക്ക് ഒരു സെൽഫ് ഡേറ്റ് എന്നൊക്കെ പറയാം നമ്മൾ മാത്രം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മന്ത്ലി ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക. അങ്ങനെ സ്പെൻഡ് മണി. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ഹെൽത്തി, കോൺഫിഡൻറ്റ് ആൻഡ് ഫിറ്റ്. ഇതിൽ ഞാൻ ഒരിക്കലും ലോസ് വെയിറ്റ് ഒന്നും പറയണില്ല, നമ്മൾ തടി കുറക്കുക അങ്ങനെയൊന്നും പറയുന്നില്ല. എൻ്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ പേഴ്സണലി എനിക്ക് കുറച്ചും കൂടി വെയിറ്റ് കുറയാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കുറയാനുണ്ട് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 5 kg എനിക്ക് കുറയ്ക്കണം എന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് ഒരു 5 kg കുറയണം എന്നാണ് ഞാൻ വെക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടാണ്ടവരുണ്ടാവും, ചിലപ്പോൾ വെയിറ്റൊക്കെ ഓക്കെയാണ്, ഒന്നും കൂടി ഫിറ്റായി ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ടവരുണ്ടാവും. ഓരോരുത്തരുടെ കാര്യവും ഡിഫറെൻ്റാണ്. പിന്നെ എപ്പോഴും മെലിഞ്ഞിരുന്നാലേ സുന്ദരിയാവുള്ളൂ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസിൻ്റെ ബേസിലാണ് നമ്മളെ ഒരു വെയിറ്റിലും അങ്ങനെയൊക്കെയുള്ള ലുക്കിലൊക്കെ കോൺഫിഡൻ്റ് ആണെങ്കിൽ അത് മതി. അപ്പോൾ ബട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക എപ്പോഴും. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, മിനിമൈസ് ചെയ്യുക. ജങ്ക് ഫുഡൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യുക. അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്കും നടക്കുന്ന കാര്യമല്ല. അപ്പം മിനിമൈസ് ചെയ്യുക, എന്നിട്ട് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സിലോട്ട് പോകാൻ മാക്സിമം ശ്രമിക്കുക. ഇനി നമ്പർ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേൺ സം മോർ സ്കിൽസ്. അപ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കുക. ഇനി കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഡ്രൈവിങ് അല്ലെങ്കിൽ സ്വിമ്മിങ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും എന്തെങ്കിലും ഒക്കെ പുതുതായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കമ്മിങ് ഇയറിൽ ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിൽ കരുതി നമുക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻസൊക്കെ ഒരു ബുക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷീറ്റിലോ ഒക്കെ ആക്കി എഴുതി നമ്മൾ എപ്പോഴും കാണുന്ന എവിടെയെങ്കിലും വെക്കുക.
എന്നിട്ട് അത് ഇപ്പോൾ വാർഡ്രോബൊക്കെ തുറക്കണം അവിടെ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം പോയി തുറക്കുമ്പോഴും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ന്യൂ ഇയറിന് മുമ്പ് ഇത് പ്ലാൻ ചെയ്ത് വെച്ചതാണല്ലോ എന്ന് എപ്പോഴെപ്പോഴും കാണുമ്പോൾ അതിൽ ഫുൾ നടന്നിട്ടില്ലെങ്കിലും ഒരു പകുതിയെങ്കിലും നടക്കാനുള്ള ചാൻസ് കൂടും. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് റെഗുലർലി ടു ബിക്കം പെർഫെക്റ്റ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ എനിക്ക് കറക്റ്റ് രാവിലെ ഇത്ര മണിക്ക് എണീക്കണം, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യണം, ഞാനൊരു എക്സാമ്പിൾ പറയണം, അല്ലെങ്കിൽ എനിക്ക് ഡെയിലി ഇത്ര വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഡെയിലി വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ശീലം നമുക്ക് ഉണ്ടാവണമെങ്കിൽ അത് ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയ കാര്യമില്ല. അത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കതിൽ പെർഫെക്റ്റായി വരാൻ പറ്റും. പിന്നെ ചെറിയൊരു ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വയ്യായി പനി കാര്യങ്ങളൊക്കെ വന്നാൽ ചിലപ്പോൾ നമുക്ക് ട്രാക്കിൽ നിന്ന് മാറിയെങ്കിലും പിന്നെ അതുപോലെ കണ്ടിന്യൂ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷത്തിൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻസിലും ഉള്ള ഒരു സംഭവം തന്നെയാണ് മിനിമൈസ് ഷുഗർ ഇൻടേക്ക്. നമ്മളെ ഷുഗറിൻ്റെ കഴിക്കലൊക്കെ നല്ലപോലെ മിനിമൈസ് ചെയ്യുക. മധുരമുള്ള സാധനങ്ങൾ കഴിക്കൽ വളരെ കുറയ്ക്കുക. അത് തന്നെയാണ് മലയാളത്തിൽ പറഞ്ഞാൽ. പിന്നെ അതുപോലെ നല്ലപോലെ വെള്ളം കുടിക്കുക. ഇതൊക്കെ ഫസ്റ്റ് കുറച്ച് ദിവസങ്ങളിലൊക്കെ നടക്കും. ബട്ട് ഞാൻ അത്ര ഒരു ഷുഗർ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എന്നാലും വല്ലപ്പോഴൊക്കെ കഴിച്ചു പോകും. അപ്പോൾ ഇനി മാക്സിമം മിനിമൈസ് ചെയ്യുക. കാരണം ഷുഗർ എന്ന് പറഞ്ഞാൽ അത്ര നല്ലതായിട്ട് നമ്മളെ ബോഡിക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ അത് എല്ലാവരും അവരെ റെസൊല്യൂഷനിൽ വെക്കാൻ പറ്റിയൊരു പോയിൻ്റ് തന്നെയാണ്. കാരണം അത്രക്കും നമ്മളെ ബോഡിനെ എഫക്റ്റ് ചെയ്യണതാണ്. ഞാനൊരു റീൽ കണ്ടിട്ടുണ്ട്, ഷുഗർ ഇൻ ടീത്ത് ക്യാവിറ്റീസ്, പിന്നെ ബ്ലഡ് ആകുമ്പോൾ ഡയബറ്റീസ്, അങ്ങനെ ഓരോന്നിലുള്ള ഓരോ ഷുഗർ എല്ലാത്തിലും അത്രയും മോശമായിട്ട് തന്നെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ കുടിക്കുമെന്നറിയില്ല, ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ കുടിക്കും. ബട്ട് അതിങ്ങനെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുണ്ടല്ലോ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ബോട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇരുന്നാൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു ഹെൽത്തി ഹാബിറ്റായിട്ട് അത് മാറ്റാൻ കഴിയും. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരിക്കലും നടക്കില്ല എന്ന് ഉറപ്പില്ലൊരു സംഭവമാണ് ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള 7 to 8 hours ഓഫ് സ്ലീപ്പൊക്കെ കിട്ടുക. എനിക്കിപ്പോൾ കുട്ടി ഉണ്ടാവുകൊണ്ട് അത് നടക്കുന്ന ഒരു കാര്യമല്ല. എൻ്റെ കണ്ണ് കണ്ടില്ലേ, എൻ്റെ കണ്ണ് കണ്ടാൽ അറിയാം എനിക്ക് ഉറക്കം വളരെ കുറവാണ്. അതിൻ്റേതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് വരാറുമുണ്ട്. അപ്പോൾ ഉറങ്ങാൻ പറ്റണവർ മാക്സിമം നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുക, അങ്ങനെ ഒരു ശീലം മുന്നോട്ട് കൊണ്ടുപോവുക. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം മാനേജ്മെൻറ്റ്. ഇമ്പ്രൂവ് ടൈം മാനേജ്മെൻറ്റ്. നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എക്സാമൊക്കെ എഴുതാൻ അവരത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. എനിക്കൊക്കെ ഫസ്റ്റ് നമ്മളിങ്ങനെ 80 മാർക്സിനൊക്കെ എക്സാം എഴുതുമ്പോൾ ഫസ്റ്റ് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് കൂടി ആൻസർ ചെയ്യാൻ കഴിയില്ല, ടൈം തീരെ കിട്ടിയില്ല, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ എല്ലാ കാര്യത്തിനും ടൈം മാനേജ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ അതൊരു ശീലമാക്കി നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം തന്നെ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എക്സാം എഴുതുന്ന പോലെ ലാസ്റ്റ് ആകുമ്പോഴത്തേന് ഫൈനൽ എക്സാം ആകുമ്പോഴത്തേന് അത് ഓക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ലൈഫിൽ എല്ലാത്തിനും ടൈം കണ്ടെത്തുക. എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളത് 24 മണിക്കൂർ തന്നെയാണ്. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റുമോ? നമുക്കും എല്ലാം ചെയ്യാൻ പറ്റും. അതിനുള്ള ടൈം കണ്ടെത്തുക. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മന്തിലെ ബഡ്ജറ്റ് ഒക്കെ പ്ലാൻ ചെയ്ത് വെക്കുക. ബഡ്ജറ്റ് പ്ലാനിങ് ചെയ്ത് വെക്കുക. ഈ മന്ത് ഒരിക്കലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെയല്ല നമ്മളെ ലൈഫ് വരെ. നമുക്ക് ചിലപ്പോൾ അതൊക്കെ എക്സ്പെൻസ് വരുന്ന കാര്യങ്ങളുണ്ട്. ബട്ട് നോർമലി ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇത്രയാണ് ചിലവാക്കുക. ഒരിക്കലും ഒരു ദിവസം കൊണ്ടുപോയിട്ട് നമുക്ക് കിട്ടിയത് മുഴുവനായിട്ട് ചിലവാക്കി വെക്കാതിരിക്കുക. നമ്മൾ കറക്റ്റ് ഒരു മന്ത് പ്ലാൻ ചെയ്ത് വെക്കുക. ഇത്ര എനിക്ക് സാലറി അല്ലെങ്കിൽ കിട്ടുന്നുണ്ട്, അപ്പോൾ അതിൽ ഇത്ര ഞാൻ ചിലവാക്കും, ബാക്കി ഇത്ര ഞാൻ സേവ് ചെയ്യും. അതൊരു കറക്റ്റ് ഒരു പാറ്റേൺ ആയിട്ട് ഫോളോ ചെയ്യുക. പിന്നെ ഒരിക്കലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും എമർജൻസീസൊക്കെ വന്നാൽ അതൊന്നും നമുക്ക് കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. ബട്ട് നമ്മളൊരു പ്ലാനിങ്ങിൽ കൊണ്ടുപോകുക. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഷോപ്പിംഗ് ആണെന്നുണ്ടെങ്കിലും വേറെയുള്ള ഷോപ്പിംഗ് ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ആദ്യമേ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അതിനൊക്കെ പോവുക. അതാണ് നെക്സ്റ്റ് വൺ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നമ്മളെ ബഡ്ജറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു ചേഞ്ചസ് തന്നെ നമ്മളെ ലൈഫിൽ വരുത്തും. കാരണം ചില ആളുകളുണ്ട് മന്ത്ലി സാലറി വന്നിട്ട് 1ാം തീയതി സാലറി വന്നിട്ട് 10ാം തീയതി ആകുമ്പോഴത്തേനും കാലിയാവും. അങ്ങനെ ആവാതിരിക്കുക. നമുക്ക് ആ മന്ത് കഴിഞ്ഞാലും നമ്മളെ കയ്യിൽ എന്തെങ്കിലും സേവ് ചെയ്തിട്ട് ആ മന്തിൻ്റെ എന്തെങ്കിലും സേവ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ നെക്സ്റ്റ് ഒരു പോയിൻ്റാണ് എന്തൊക്കെയും വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട്. അതിപ്പോൾ ഇനി ഗോൾഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും LIC പോലത്തെ സംഭവങ്ങളാണെങ്കിൽ അങ്ങനെ, എന്തിലേലും ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിയറിലുള്ള
പ്ലാനിങ് ആണ്. കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിയറിൽ കഴിഞ്ഞ വർഷം എനിക്ക് ഇങ്ങനെ മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇയറിൽ ഞാൻ അതൊക്കെ മാറ്റിയെടുക്കും. അങ്ങനെ ഈ ഇയറിൽ എനിക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാണ്ട് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ചിലപ്പോൾ ആദ്യത്തെ മാസം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പിന്നത്തെ മാസം കാണുമ്പോൾ ഞാൻ ന്യൂ ഇയറിന് മുമ്പ് ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു. അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവും കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ ഇപ്പോൾ നമ്മളെ വീട്ടുകാർ ഓരൊക്കെ ചേർത്ത് പിടിക്കുക, ഓരൊക്കെ നല്ലപോലെ സ്നേഹിക്കുക. എത്ര കാലം നമുക്ക് ഓരെ സ്നേഹിക്കാൻ കിട്ടുമെന്നോ ഒന്നും നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതിൻ്റെ മാക്സിമം ഓരോ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഓരോ കൂടെ ഓരെ നല്ലപോലെ സ്നേഹിക്കാം. ഇനി ഇങ്ങോട്ട് സ്നേഹിക്കാത്ത പോലെ പോലും നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കാം. ഞാൻ ഒരിക്കലും ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിട്ടല്ല കേട്ടോ പറയുന്നത്. കാരണം ലൈഫ് എന്ന് പറഞ്ഞാൽ അത് എത്ര ടൈം വരെയെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ മാക്സിമം എല്ലാവരെയും സ്നേഹിച്ച് മുന്നോട്ട് പോവുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ എന്താ പറയുക ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. കാരണം അതൊക്കെ ഒരു ക്യൂട്ട് മെമ്മറീസാണ്. നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നല്ലൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോവുക. അടിപിടിയൊന്നും കൂടാത്തൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോവുക. അത് ഞാൻ എന്നോട് മുന്നേ പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ എപ്പോഴും പിണക്കം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോവുക. പിന്നെ ഒരുമിച്ച് യാത്രകളൊക്കെ ചെയ്യുക, പുതിയ സ്പോർട്സൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ അതുപോലെ എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ട് ഒരുമിച്ചൊക്കെ ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. ഇനി നിങ്ങളെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്തൊക്കെയാണ്, നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണോ എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയ പോയിൻറ്റ്സ് ഒക്കെ ഒരുപാടുണ്ടാവും. ഇതെല്ലാം ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേന് ഇൻഷാ അള്ളാ നെക്സ്റ്റ് ഇയർ എൻ്റെ വരെ ഞാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്, എന്തൊക്കെയാണ് ചെയ്യാതെ പോയത്, എന്തൊക്കെ ചെയ്യാനാണ് കഴിഞ്ഞത്. ഇതൊന്നും ഫുള്ളൊന്നും എന്തായാലും നമ്മളെ കൊണ്ട് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ ഇതിൽ കുറേ എണ്ണം എല്ലാവരും ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഇത് നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ നിങ്ങളും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. പിന്നെന്താ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. അസ്സലാമു അലൈക്കും.